ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ട്രാവൽ പ്രൊജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നവാസ് മെപ്രമ്പ്. ഡേ ബൈ ഡേ സിറ്റുവേഷൻസ് വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേപ്പാളികൾ കട്ടപ്പാരയാണ് തന്നത്, കട്ടപ്പണി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-ഓളം ആൾക്കാർ, മലയാളികൾ തന്നെ 1000-ഓളം ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ ചെയ്തൊരു പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്യുകയോ വിസിറ്റ് വിസ ക്യാൻസൽ ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തില്ല. അവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കോവിഡ് ടെസ്റ്റ്, അതായത് അപ്രൂവൽ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന കോവിഡ് പ്രിൻ്റ് ഔട്ട്, ആ പ്രിൻ്റ് ഔട്ട് നമുക്ക് സൗദി അറേബ്യയിലേക്ക് വരണം പറഞ്ഞു കഴിഞ്ഞാൽ 72 hours കോവിഡ് ടെസ്റ്റ് വേണം. അപ്പോൾ ഇവർ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നു സൗദി അറേബ്യയിലേക്കാണ് ആൾക്കാർ കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും കോവിഡ് ടെസ്റ്റ് വേണമെന്നുള്ളതിന് അവർ ആ ഒരു സിസ്റ്റം നേപ്പാളികൾക്ക് മാത്രമായിട്ട് ഒതുക്കി. നേപ്പാളികൾക്ക് മാത്രമായിട്ട് ഒതുക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ എങ്ങനെ വരും? നേപ്പാൾ വഴി വരാൻ പറ്റില്ല. അപ്പോൾ നേപ്പാളിലേക്ക് പോകാൻ നിൽക്കുന്നവർ നേപ്പാളിലേക്ക് പോകരുത്. നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. വെറുതെ അവിടെ പോയി നമ്മൾ ഈ 14 ദിവസം കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ. ഇന്ന് തന്നെ ഒരുപാട് പേര് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് പേര് വെയിറ്റിങ്ങിലാണ്. അവർ ടെസ്റ്റിങ്ങിന് ഇത് എന്താവും എന്നുള്ളതെന്ന് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. മിക്കവാറും അവർക്കും വരാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നത്തിലാണ് നമ്മുടെ സൗദി അറേബ്യയിലേക്ക് വരുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. എന്താ ചെയ്യുക? നാട്ടിലേക്ക് പോകാൻ ഒരുപാട് പേര് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പോയിക്കോട്ടെ, മെയ് 17 തുറക്കുമെന്ന് പറഞ്ഞിട്ട്. മെയ് 17 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എന്തായാലും തുറക്കുന്നുള്ളതിന് ഇപ്പോൾ ഒരു ചാൻസുമില്ല. മറ്റുള്ള ഫ്ലൈറ്റുകൾ എവിടെ നിന്നൊക്കെ തുറക്കും എന്നുള്ളതും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുമില്ല. അതേപോലെ തന്നെ മാലദ്വീപ്സ് ഹോട്ടൽ ബുക്കിംഗ് ഒന്നും കിട്ടാനില്ല. ഹോട്ടൽ ബുക്കിംഗ് അവർ ഇന്ത്യൻസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻസിന് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയ, മറ്റുള്ള ഏരിയകളിലൊക്കെ പോയി ബുക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ബുക്കിംഗ് കിട്ടുന്നില്ലെന്നാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെയുള്ളത് ബഹ്റൈൻ. ഇപ്പോൾ ഉള്ള ഓപ്ഷൻ ബഹ്റൈൻ മാത്രമാണ്. പക്ഷേ ബഹ്റൈനിൽ നമ്മൾ വിസ അപ്ലൈ ചെയ്ത് വിസ കിട്ടിയാൽ മാത്രമേ പോരാൻ പറ്റുള്ളൂ. വിസ അങ്ങനെ പെട്ടെന്നൊന്നും അവർ ഇഷ്യൂ ചെയ്യുന്നില്ല. ശ്രീലങ്കയുടെ കാര്യം ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ആർക്കെങ്കിലും ശ്രീലങ്ക വഴി വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ട്രാവൽസ് വഴി കോൺടാക്റ്റ് ഉണ്ടെങ്കിലോ ഒന്ന് പറയണേ. ശ്രീലങ്കയ്ക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ. ജസ്റ്റ് നിങ്ങൾ പറ്റിയ ആരെങ്കിലും ഒന്ന് ശ്രീലങ്കയുടെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽസുകാർ എന്താണ് പറഞ്ഞതെന്നുള്ളതൊന്ന് അപ്ഡേറ്റ് ചെയ്യണേ. കാരണം ഞാൻ അന്വേഷിച്ചതിൽ ശ്രീലങ്കയ്ക്ക് പോകാൻ പറ്റുമെന്നാണ് കേട്ടത്. ശ്രീലങ്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് ശ്രീലങ്ക ബ്ലോക്കല്ല. സൗദി അറേബ്യയുടെ കാര്യമേ എനിക്കറിയുള്ളൂ. അവിടുത്തെ നാട്ടിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പോകുന്ന ആരെങ്കിലും അങ്ങനെ ട്രാവൽസിലുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൊന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവും. പിന്നെ എല്ലാ വഴിയും അടഞ്ഞു, നമ്മുടെ എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് കാലം ക്ഷമിക്കുക. നാട്ടിൽ പോയവർ ഇങ്ങോട്ട് വരാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമാവുമെന്നുള്ളത് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഡേ ബൈ ഡേ കോംപ്ലിക്കേഷൻസ് കൂടുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ദുആ ചെയ്യാം. റമദാൻ മാസത്തിലെല്ലാം ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ വരാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.